ടി ജി ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. എക്സിറ്റ് പോളുകൾ പറഞ്ഞ പ്രകാരമൊന്നുമല്ല, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ബി ജെ പിക്ക് നല്ല തിരിച്ചടി നേരിട്ടു, മഹാരാഷ്ട്രയിൽ തിരിച്ചടി നേരിട്ടു, രാജസ്ഥാനിൽ തിരിച്ചടി നേരിട്ടു. മധ്യപ്രദേശ് 29 സീറ്റിലും വിജയിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒഡീഷയിൽ വളരെ വലിയ മുന്നേറ്റം. ഇങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത്. പല രാഷ്ട്രീയ വിശകലന വിദഗ്ധന്മാരെയും അതുപോലെ തന്നെ എക്സിറ്റ് പോൾ വിദഗ്ധന്മാരെയും ഒക്കെ ഞെട്ടിക്കുന്ന രീതിയിലാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഇതിനെപ്പറ്റി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിരാശാജനകം. സത്യസന്ധമായിട്ട് പറയണമല്ല, ഞാൻ അങ്ങനെയൊന്നുമല്ല, ഇവിടെ കൂടിയില്ല അവിടെ കൂടിയില്ല ശതമാനം കൂടിയില്ല ഇങ്ങനെ തർക്കിച്ച് വളഞ്ഞ് ചുറ്റി ജയിച്ചു എന്നൊക്കെ പറയാൻ ഞാൻ തയ്യാറല്ല. സാങ്കേതികമായിട്ട് NDAക്ക് ഭൂരിപക്ഷമുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഒരു ഭീഷണിയൊന്നും നിലനിൽക്കുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രവാദി എന്നുള്ള നിലയ്ക്ക് ഞാൻ BJP പൊളിറ്റീഷ്യനോ അതിൻ്റെ ചുമതലക്കാരനോ അങ്ങനെയൊന്നുമല്ല. ഒരു രാഷ്ട്രവാദി എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിരാശ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പായി ഇത്. 2014-ലും 2019-ലും എന്നെപ്പോലുള്ളവർ മോദിയെ പിന്തുണച്ചതും മോദി വീണ്ടും ഇത്തവണ മൂന്നാം ഊഴം വരണമെന്ന് ആഗ്രഹിച്ചതും രാഷ്ട്രത്തിൻ്റെ നന്മയെ കരുതിയാണ്. അല്ലാതെ മോദിയുടെ താടിയുടെ ഭംഗിയോ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയ പോസ്റ്ററോ ഇതൊന്നും ആയിരുന്നില്ല. ഹിസ് ആക്ഷൻസ്. അപ്പോൾ സിൻസിയർലി അത് പ്രതീക്ഷിച്ചിരുന്നു. എക്സിറ്റ് പോള് വന്നപ്പോൾ ഞാൻ തുള്ളിച്ചാടിയൊന്നുമില്ല. അന്ന് ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞിരുന്നു, എക്സിറ്റ് പോള് തകിടം മറിഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്. ജയപരാജയങ്ങൾ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ. അതിൻ്റെ അരികിൽ നിന്ന് ഒരിക്കലും നടുക്കിറങ്ങാനും പോയിട്ടില്ല. ഏകദേശം 1967 മുതൽ എത്രയോ വിജയം എത്രയോ പരാജയം ഇതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പരാജയത്തിൽ ഈ ഡിവസ്റ്റേറ്റഡ് ആവുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഡിസപ്പോയിൻറ്റ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഡിവസ്റ്റേറ്റിംഗ് റിസൾട്ട്, ബട്ട് ഷുവർലി ഇറ്റ് ഈസ് എ ഡിസപ്പോയിൻറ്റിങ് റിസൾട്ട്. എല്ലാം തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിലപിക്കുന്നതല്ല, ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത് എന്ന ഒരു ഡിസപ്പോയിൻമെൻറ്റും ഉണ്ട്. അതാണ് എൻ്റെ ഓവറോൾ റിമാർക്ക്. പക്ഷേ അതിനകത്തും ചില കിരണങ്ങൾ കാണുന്നത് കേരളത്തിൽ വരുമ്പോഴാണ്. കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, എന്നാലും ഉള്ളൊരു ആശങ്കയുണ്ടായിരുന്നു, എങ്ങാനും തോറ്റെങ്കിലോ എന്ന് ഇദ്ദേഹത്തെ പറ്റി, സുരേഷ് ഗോപിയെ പറ്റി. അപ്പോൾ സുരേഷ് ഗോപി കംഫർട്ടബിളായിട്ട് ജയിച്ചു. പിന്നെ ഒരാൾ ജയിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് ആറ്റിങ്ങൽ മുരളീധരനായിരുന്നു. പക്ഷേ ടച്ച് ആൻഡ് ഗോ ആയിപ്പോയി. ആ തോൽവി ഒരു വലിയ തോൽവിയൊന്നുമല്ല, ധാർമ്മികമായൊരു വിജയം തന്നെയാണ് മുരളീധരൻ എന്ന് ഞാൻ കരുതുന്നു. തൊട്ട് പിന്നാലെ രാജീവ് ചന്ദ്രശേഖറുണ്ട്. അദ്ദേഹം, എനിക്ക് തോന്നുന്നു, അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ താമസിക്കാൻ ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ കേൾക്കുന്നു. നല്ല കാര്യം. ഏതായാലും മൊത്തത്തിൽ BJPയുടെ നല്ല റിസൾട്ടാണ് ഇത്തവണ കേരളത്തിൽ വന്നിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ നല്ല റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ റിസൾട്ട് ഈ പറഞ്ഞ പോലെ ഒരു സെറ്റ് ബാക്കായി. അതിപ്പോൾ BJPക്കാർ എന്തെല്ലാം ന്യായം പറഞ്ഞു കഴിഞ്ഞാലും ന്യായത്തെ മാത്രമേ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ന്യായീകരിക്കുക എന്ന് പറയുന്നത് ന്യായമല്ലാത്തൊരു സാധനത്തെ എടുത്തിട്ട് ന്യായമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ന്യായീകരണം തൊഴിലാളി എന്നൊക്കെ പറയുന്നത്. ന്യായമല്ലാത്തത് ന്യായമല്ല എന്ന് തന്നെ പറയുക, ന്യായീകരിക്കാൻ പോകരുത്. BJPക്ക് ഇതൊരു സെറ്റ് ബാക്ക് തന്നെയാണ്. ആ സെറ്റ് ബാക്കിൽ നിന്ന് എന്തെല്ലാം അവർ മനസ്സിലാക്കും, എന്തെല്ലാം തിരുത്തൽ വരുത്തും എന്നൊക്കെ ഉള്ളത് അവരുടെ കാര്യം. പക്ഷേ തിരുത്തൽ വരുത്തിയേ മതിയാകൂ. ഒരു ദേശീയ ശക്തി ഇല്ലാതാവാൻ സാധ്യമല്ല. വി കനോട്ട് അഫോർഡ് ടു ലൂസ് എ വാർ. അങ്ങനത്തെ ഒരു സിവിലൈസേഷണൽ യുദ്ധമാണ് ഈ നടക്കുന്നത്. അതിൽ വന്ന 2014 ശേഷം ആദ്യമായിട്ട് വന്ന സെറ്റ് ബാക്കാണ്. അതിനിടയ്ക്ക് പല സംസ്ഥാനങ്ങളിൽ ജയിക്കുകയും തോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴെല്ലാം പലരും സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്തിട്ടുമൊക്കെയുണ്ട്. അതൊന്നും ഒരു മൊത്തം ഭാരതത്തിൻ്റെ ഒരു ചിത്രമായിരുന്നില്ല, അഥവാ അല്ല എന്ന് വിശ്വസിച്ചു. ബട്ട് മൊത്തം ഭാരതത്തിൻ്റെ ചിത്രം പ്രതീക്ഷയിലും താഴെ പോയി. അതാണ് എനിക്കിപ്പോൾ BJP 400 പാർ അതൊന്നും ഒരു ആവേശമോ സംഗതിയൊന്നും ആയിരുന്നില്ല. ഒരു പക്ഷേ കിട്ടിയാൽ നല്ലത്, ഇത്രയൊക്കെ ഞാൻ ആലോചിച്ചോളൂ. പക്ഷേ ബിലോ 272 പോകും എന്നുള്ളത്
ശത്രുക്കൾ പോലും പറഞ്ഞിരുന്നില്ല. എക്സിറ്റ് പോളൊക്കെ ഇരിക്കട്ടെ, എക്സിറ്റ് പോൾ മിനിഞ്ഞാന്ന് വന്ന സാധനമാണ്. അതിനു മുമ്പ് ഇന്ത്യ മുന്നണിയിൽ ആരും തന്നെ നിങ്ങൾ മുടിഞ്ഞു പോകുന്ന ഭൂരിപക്ഷം കിട്ടില്ല, ഒന്നും കിട്ടില്ല എന്നാരും പറഞ്ഞിട്ടില്ല. ബട്ട് അത് സംഭവിച്ചു. 272 താഴെ പോയി. ഇപ്പോഴത്തെ ഇനിയിപ്പോൾ ഒരു പക്ഷേ 10-15 സീറ്റ് കൂടുകയോ കുറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈ ഗതിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതാണ് ശരിക്കും നിരാശ ഉളവാക്കിയ സന്ദർഭം. കാരണം മോദി എന്ന കരുത്തൻ ഇനി ഈ ഘടകകക്ഷികളോടും കൂടെ ആലോചിച്ചിട്ടേ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നല്ല അവസ്ഥയല്ല അത്. ആ അവസ്ഥയിലൂടെ ഈ ദേശീയ പാർട്ടി കടന്നുപോയി 96 മുതൽ ഇവിടെ വരെ 2004 വരെ അങ്ങനെ കടന്നു വന്നു. അസാമാന്യമായിട്ട് ഉഷ്ണിച്ചു. ഒരുപക്ഷെ അടൽജിക്ക് മാത്രം സാധ്യമാകുന്ന ഒരു ഞാണിന്മേൽ കളിയായിരുന്നു അത്. അദ്ദേഹം 6 കൊല്ലം എന്തെല്ലാം സഹിച്ച് കാണും, ആരെയൊക്കെ മാനേജ് ചെയ്ത് കാണും, എന്തൊക്കെ ചെയ്ത് കാണുമെന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ അത് ചെയ്തു. പക്ഷേ മോദിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. 2014 മുതൽ അദ്ദേഹം കരുത്തനായി 272 കടന്നു. ഇനിയിപ്പോൾ ആരെയും പേടിക്കാനില്ല. ഇതായിരുന്നു പോക്ക്. അതിന് കിട്ടിയ ഒരു തിരിച്ചടിയായിപ്പോയി ഇത്. അതാണ് എൻ്റെ പ്രാഥമികമായ ഒരു വിലയിരുത്തൽ. നരേന്ദ്രമോദിക്ക് ഇത് സാധ്യമാകുമോ? പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഗുജറാത്തിലാണെങ്കിലും അദ്ദേഹം ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ കൊണ്ടുപോയിട്ടില്ല. നിലവിലിപ്പം നമ്മളിപ്പോൾ 2 ഇലക്ഷനിലും കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു പുതിയൊരു ശൈലിയിലേക്ക് മാറേണ്ടതുണ്ടല്ലോ. പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെ പോലെയുള്ളവർ, ചന്ദ്രബാബു നായിഡു ഉണ്ട്. ഇത്രയും സീനിയറായ നേതാക്കൾ രണ്ടുപേരും പ്രധാനമന്ത്രി പദം ആഗ്രഹിച്ചിരുന്നവരാണ് ഓരോ ഘട്ടത്തിൽ. അപ്പം എങ്ങനെ മാറാൻ പറ്റുമോ? ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ മാറ്റേണ്ടതില്ല മൊത്തത്തിൽ? ബോഡി ലാംഗ്വേജ് ഒന്നും മാറ്റേണ്ടി വരില്ല. ഇത് മോദിയെ പറ്റി വ്യാപകമായ ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് തന്നെ സുരേഷ് ഗോപിയെ പറ്റിയുണ്ട്. സുരേഷ് ഗോപിയെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നടപ്പ്, എടുപ്പ്, കൊമ്പനെ പോലെയുള്ള ആ വരവ്, ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഇയാൾ ഒരു അസാമാന്യ കാർക്കശക്കാരനും ദുഷ്ടനും, അടുത്ത് ചെല്ലാൻ തന്നെ പേടിയാകുന്നു, എന്തൊരു മനുഷ്യനപ്പോൾ, ഇങ്ങനെയൊക്കെ തോന്നുന്ന സംഗതിയാണ്. മോദിക്ക് കോയലീഷൻ മിനിസ്റ്ററി കൊണ്ടുപോകാൻ ഒരു പ്രശ്നം ഉണ്ടാകുകയുമില്ല. മോദി എത്രയോ പേര് മോദിയുടെ സുഹൃത്തുക്കളാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇവിടെ മസിൽ പഠിപ്പിക്കുന്നു നമുക്ക് കളിയാക്കാം. അന്താരാഷ്ട്ര തലത്തിൽ ഈ മസിലും കൊണ്ട് ചെന്ന് ആരെങ്കിലും കേൾക്കുമോ? ബട്ട് ഇൻ്റർനാഷണലി എത്ര ഫ്രണ്ട്സാണ് മോദിക്ക്. അപ്പോൾ മോദി ഈസ് എ മാൻ ഹു ക്യാൻ മാനേജ് ഫ്രണ്ട്സ്, ഹു ക്യാൻ മേക്ക് ഫ്രണ്ട്സ്. ഇപ്പോഴും നോക്കുക, അദ്ദേഹം ആരെ വേണമെങ്കിലും ഫോൺ ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യും, ആരുമായിട്ടും സംസാരിക്കും, ഒരു കുഴപ്പമില്ല. മോദിയെ നേരിട്ട് കണ്ട ആൾക്കാർ, ഞാൻ അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല, നേരിട്ട് കണ്ട ആൾക്കാരൊക്കെ പറയുന്നു അയ്യോ പരമശുദ്ധനായൊരു മനുഷ്യൻ, സരസമായിട്ട് സംസാരിക്കും, വലിയ കാര്യത്തിൽ സംസാരിക്കും. പിണറായി വിജയൻ്റെ സർട്ടിഫിക്കറ്റ് വരെ മോദിയുടെ കയ്യിലുണ്ട്. മുണ്ടെടുത്ത മോദി എന്നാണല്ലേ ഇദ്ദേഹത്തെ കളിയാക്കുന്നത്. ഈ മുണ്ടെടുത്ത മോദി അവിടെ ഡൽഹിയിൽ അന്ന് 2016 അധികാരം കിട്ടിയിട്ട് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അന്തം വിട്ടുപോയി. പിണറായി പുറത്തിറങ്ങിയിട്ട് അന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വളരെ സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനാണ്, സ്വന്തം വീട് പോലെ എപ്പോൾ വേണമെങ്കിലും കയറി വരാമെന്ന് എന്നോട് പറഞ്ഞു, ഇത്ര ശുദ്ധഹൃദയനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെയാണ് അദ്ദേഹം. പക്ഷേ ഈ വരവും നടപ്പും സംഗതിയും പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അതിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇടും, കണ്ണിൽ നിന്ന് തീ പറക്കുന്നതായിട്ട് കാണിക്കും, ഡോൺ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. ഇതന്നെ സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്കറിയാം, പരമസാധുവായ മനുഷ്യനാണ്. ബട്ട് ആ ആകാരം കൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ അതാണ്, നടപ്പിൻ്റെ സ്റ്റൈൽ അതാണ്. അതുകൊണ്ട് അതൊരു അഹങ്കാരിയാണെന്നൊക്കെയുള്ള തോന്നലുണ്ടാകുന്നത്. അതുകൊണ്ട് കോയലീഷൻ മിനിസ്ട്രി മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ മോദിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത് ആരും പ്രതീക്ഷിക്കേണ്ട, അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അത് മാനേജ് ചെയ്യും. ഉത്തർപ്രദേശിലെ ആ ഒരു സെറ്റ് ബാക്ക് എന്തുകൊണ്ട് അങ്ങനെയൊരു ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത, അതായത് ഒരാൾ പോലും അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല, ഒരു എക്സിറ്റ് പോളിലും പറഞ്ഞിരുന്നില്ല, വിശകലന വിദഗ്ധരും അതൊന്നും പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഞാൻ അന്വേഷിച്ചപ്പോൾ വോട്ടർമാർക്ക് പോലും ഞെട്ടലാണ് ഈ കാര്യത്തിൽ. ഒന്ന്, എനിക്ക് തോന്നുന്നു വോട്ടിംഗ് പെർസെൻറ്റേജിൻ്റെ കുറവ്, ഒരു കോംപ്ലസൻസി ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രവർത്തകരെയും ഏതായാലും നമ്മൾ ജയിക്കാൻ പോകുന്നു, വേറെ ആരുമില്ല, ഇന്ത്യ മുന്നണിയിലേക്ക് ആരാന്നേ ഉള്ളത്, ഇങ്ങനെയൊക്കെ തോന്നിയിട്ട് ഞാൻ വോട്ട് ചെയ്യാതെ തന്നെ മോദി ജയിച്ചോളൂ. എനിക്ക് വോട്ടർമാരോടും പറയാനുള്ളത്, വോട്ട് ചെയ്താലേ നിങ്ങളുടെ ആൾ ജയിക്കുകയുള്ളൂ, വോട്ട് ചെയ്യാതെ ജയിക്കുന്ന പ്രശ്നമില്ല. അപ്പോൾ ഉത്തർപ്രദേശിൽ സെറ്റ് ബാക്ക്
അതാണ് ഒരു പ്രധാന സംഭവമായത്. ഈ മറ്റേ വെസ്റ്റേൺ പാർട്ടിലെ സെറ്റ് ബാക്ക് നമ്മൾ അന്ന് അനലൈസ് ചെയ്തിരുന്നു, രാജസ്ഥാനും മഹാരാഷ്ട്രയും. അത് നഷ്ടപ്പെട്ടാലും ഒറീസയും ബംഗാളും കൊണ്ട് മേക്കപ്പ് ചെയ്യും. ഇപ്പോൾ സംഭവിച്ചത് എന്താ, ഒറീസ മാത്രമേ മേക്കപ്പ് ചെയ്യാനുണ്ടായുള്ളൂ, ബംഗാൾ വന്നുമില്ല, ഉത്തർപ്രദേശ് പോവുകയും ചെയ്തു. അതെ. അപ്പോൾ ആ കൂടെ തകിടം പറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. അത് വാസ്തവത്തിൽ അത് പരിശോധിക്കേണ്ട ഒരു സെറ്റ് ബാക്കാണ് ഉത്തർപ്രദേശിലെ. ഇത്രയധികം സെറ്റ് ബാക്ക് ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു. 60 നിന്ന് ചിലപ്പോൾ ഒരു 10 സീറ്റ് കുറയും, 50 ആകും. ഇതിപ്പോൾ തീരെ കുറഞ്ഞു പോയി. 10-30 സീറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ അത് മേക്കപ്പ് ചെയ്യാൻ വേറെ സ്റ്റേറ്റും ഇല്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ച ഒരു പരാജയമാണിത്. വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതുമാണ് എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ഈ BSPയുടെ വോട്ടേ നമുക്കറിയാം, BSP താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, മായാവതി ആക്റ്റീവ് അല്ല. പക്ഷേ BSPയുടെ വോട്ട് നല്ലൊരു ശതമാനം ഇത്തവണ 10% കുറഞ്ഞു. അപ്പോൾ ആ വോട്ട് BJP എക്സ്പെക്ട് ചെയ്തിരുന്നു. കുറച്ച് വോട്ട് BJPയിലേക്കും പോകും, കുറച്ച് വോട്ട് ഇന്ത്യ മുന്നണിയിലേക്കും പോകും, SP-യിലേക്കും പോകുന്നായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പം നല്ലൊരു ശതമാനം വോട്ട് വളരെ നമ്പറായിട്ട് SP കോൺഗ്രസ് കൊലീഷനിലേക്ക് പോയിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഒരു സംവരണം നിർത്തലാക്കും എന്നുള്ള രീതിയിൽ ഒരു ഇത് കൊണ്ടുവന്നിരുന്നല്ലോ ഇവർ, ഒരു നെഗറ്റീവ്, വ്യാജ നെഗറ്റീവ്, ഒരു ഫേക്ക് നെഗറ്റീവ് കൊണ്ടുവരുന്നതല്ലോ. അത് പക്ഷേ വേണ്ടത്ര രീതിയിൽ BJPക്ക് പലപ്പോഴും പ്രതിരോധിക്കാനായില്ല എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. കാരണം ശ്രമിച്ചു, BJP കറക്റ്റായിട്ട് അതിലൊരു ക്ലാരിറ്റി കൊടുത്തിരുന്നു, അമിത്ഷാ ഉൾപ്പെടെ അത് പറഞ്ഞു. പക്ഷേ അത് ഇവർ ഈ യൂട്യൂബ് ചാനൽസ് വഴിയും ലോക്കൽ ഇതൊക്കെ വഴി, പിന്നെ ഒരു ഇൻ്റർനാഷണൽ കോൺസ്പിറസി ഉണ്ടായിരുന്നു എന്നുള്ളൊരിതും വരുന്നുണ്ടല്ലോ. അതൊരു സത്യമാണത്. പക്ഷേ ഇത്തവണത്തെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളിൽ വലിയൊരു ശതമാനം ബ്രാഹ്മണരായിരുന്നു, യാദവരൊന്നുമല്ല. കുറവായിരുന്നു. പണ്ട് BSP മായാവതി അവർ 65% ബ്രാഹ്മണരെ നിർത്തിയിട്ടാണ് മായാവതി ദളിത് കാർഡ് ഇറക്കി കളിച്ചത്. കാൻഡിഡേറ്റ്സ് 65% ബ്രാഹ്മണർ, 65%. ഇതുപോലെ ഇത്തവണ SP ഒരുപാട് ബ്രാഹ്മണ സ്ഥാനാർത്ഥികളെ നിർത്തുകയും കുറേയധികം അവർ എക്രോസ് മറ്റേ യാദവ് കഴിഞ്ഞിട്ടുള്ള ബെൽറ്റിലേക്ക് കടന്നു കയറുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ സാധനത്തെ 2014 BJP ഓവർടേക്ക് ചെയ്തതാണ്, ഈ ജാതി ഇക്വേഷൻസ് ഇട്ടുള്ള കളി. 2014 ഓവർടേക്ക് ചെയ്തു, പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓവർടേക്ക് ചെയ്തു, അത് കഴിഞ്ഞ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓവർടേക്ക് ചെയ്തു. ഇങ്ങനെ ചെയ്ത് ഈ കളിയുടെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണിയും അടിച്ചിരുത്തി എന്ന് വിശ്വസിച്ചിരുന്നപ്പോഴാണ് ഈ ആണി തുറന്ന് പ്രേതം പിന്നെയും പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും ഇതിനെ ആവാഹിച്ച് തറയ്ക്കേണ്ട ഒരു സ്ഥിതിയാണ്. കഴിഞ്ഞ തവണ ഈ ദളിത് ഡൊമിനേറ്റഡ് ആയുള്ള സീറ്റുകളിൽ ഇപ്പോൾ ഉത്തർപ്രദേശിലാണെങ്കിലും മൊത്തം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കണക്ക് വന്നതനുസരിച്ച് BJPക്ക് നല്ല നഷ്ടം ഉണ്ടായിട്ടുണ്ട്. BJPക്കൊപ്പം ഉള്ള ഇപ്പം മായാവതി, ഉത്തർപ്രദേശിലെ മായാവതിയുടെ കമ്മ്യൂണിറ്റി ജാദവ് മാറ്റി നിർത്തണം, ബാക്കി വരുന്ന ദളിത് വിഭാഗങ്ങളൊക്കെ BJPക്കൊപ്പം വന്നിരുന്നു, പ്രത്യേകിച്ച് മോദിയുടെ ഒരു ആവിർഭാവത്തിന് ശേഷം 2014 ശേഷം. അപ്പോൾ ഇപ്പോൾ അതൊരു വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് വായിക്കുമ്പോഴേ അത് ഉണ്ടാവാം. ഈ ഞാൻ നോക്കിയിട്ട് ഈ ഒരു ഹിന്ദുത്വം ഒരു ശ്രുതിയായിട്ട് ഈ ഭരണത്തിൻ്റെ പുറകിൽ എപ്പോഴും നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ കുറവ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഈ കർണാടക സംഗീത കച്ചേരിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പുറകിലുള്ള ആ തമ്പുരുവിൻ്റെ ശ്രുതിയാണ്. പാടുന്നത് ആരുമായിക്കോട്ടെ, MS സുബ്ബലക്ഷ്മിയോ ബാലമുരളീകൃഷ്ണയോ ആര് പാടുമ്പോഴും എന്തെല്ലാം താളത്തിലോ ഏതെല്ലാം രാഗത്തിലൊക്കെ പാടുമ്പോഴും ഈ ശ്രുതി ഇങ്ങനെ മെല്ലെ, ഈ പാട്ടും ബഹളവും നിർത്തിക്കഴിഞ്ഞാൽ ഈ സാധനം മാത്രം നമുക്ക് കേൾക്കാം. അങ്ങനെയാണ് മോദി ഭരണത്തിൽ ഹിന്ദുത്വം നിന്നത്. ഈ ശ്രുതി എവിടെയോ വെച്ച് തെറ്റുകയോ അല്ലെങ്കിൽ നിന്നു പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമാണ്. ഞാൻ പറയുന്നത്, ഇപ്പോൾ രാമക്ഷേത്രം വലിയ ആവേശജനകമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിരുന്നു. ആ അന്തരീക്ഷം താൽക്കാലികമാണെന്ന് എല്ലാവർക്കും അറിയാം. ഭക്തിമയമായ ഒരു അവസ്ഥ ഒരു മനുഷ്യന് നിരന്തരം ജീവിതത്തിലുണ്ടാവില്ല. അപ്പോൾ അത് നിലനിർത്തണമെങ്കിൽ, മാസങ്ങളോളം നിലനിർത്തണമെങ്കിൽ മറ്റു രീതിയിലുള്ള ഫോളോ അപ്പ് ഉണ്ടാവണമായിരുന്നു. അതുണ്ടായോ എന്നും പരിശോധിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു കുറവ് ഞാൻ കാണുന്നു. നമുക്ക് ഈ ഇൻറ്റ്യൂഷൻ എന്ന് പറയില്ല, മൊത്തം ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് നോക്കുമ്പോൾ ഹിന്ദുത്വത്തിൻ്റെ കുറവാണ് കാണുന്നത്. കാരണം ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് ഒന്നും തന്നെയില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം തൊഴിലില്ലായ്മ, അതൊരു സെൻസിറ്റീവ് സാധനമാണ്. എവിടെ നിന്നാണ് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നത്, അതനുസരിച്ച് തൊഴിലുണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയാം. തൊഴിലില്ലാത്ത ആളിനെ ഒരാളെ വിളിച്ച് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്തോ തൊഴിൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അയാൾ ജീവനോടെ ഇരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് തൊഴിലുണ്ടോ? ഉണ്ട്. എന്നാൽ ശരിയായ തൊഴിലുണ്ടോ? ഇല്ല. ഇതൊക്കെ
ഇതുപോലത്തെ ട്രിവിയൽ പ്രശ്നങ്ങൾ, എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന പ്രശ്നങ്ങൾ, അതിനൊക്കെ സമാധാനമുണ്ട്. ബട്ട് ഇതിന് സമാധാനം ഞാൻ കാണുന്നില്ല. കുറച്ചുകൂടെ സ്ട്രോങ് ഹിന്ദുത്വ ലൈൻ എടുക്കേണ്ടിയിരുന്നു. ലുക്കിംഗ് ബാക്ക് എനിക്കങ്ങനെ തോന്നുന്നു. പല സ്ഥലത്തും വളരെ സോഫ്റ്റായിട്ട് അങ്ങനെ പോയി. വിദ്യാഭ്യാസത്തിൽ ഇപ്പോൾ 10 വർഷം മോദി അധികാരത്തിലിരുന്നാണല്ലോ, പാഠപുസ്തകങ്ങൾ കംപ്ലീറ്റ് ശുചീകരിക്കേണ്ടിയിരുന്നു. അത് മുഴുവനായോ? കുറച്ച് അറ്റംപ്റ്റൊക്കെ നടന്നിട്ടുണ്ട്. നമ്പർ 2, ഞാൻ പറയുന്നത് കൾച്ചറൽ ഹിന്ദുത്വയിൽ വരേണ്ടിയിരുന്ന മാറ്റങ്ങൾ. ICHR വിവാദമുണ്ടായി. മലബാറിലെ മാപ്പിള ലഹള, സ്വാതന്ത്ര്യ സമരം എന്ന് തന്നെ ICHR പറഞ്ഞു. പബ്ലിക് പ്രഷർ വല്ലാതെ ആയിക്കഴിഞ്ഞപ്പോൾ ആ വോളിയം പിൻവലിച്ചു. പക്ഷേ ആ കണ്ടൻറ്റ് പിൻവലിച്ചില്ല. ഇപ്പോഴും നിലനിൽക്കുന്നു. ആ വോളിയം കിട്ടാനില്ലെന്നേ ഉള്ളൂ. ബട്ട് കണ്ടൻറ്റ് ഈസ് സ്റ്റിൽ ദെയർ. എന്ത് വാശിയായിരുന്നു ICHRന് അത് ചെയ്യാൻ? നമ്പർ 3, ഈ നമ്മുടെ ഫിലിം സെൻസർ ബോർഡ് എന്ന് പറയുന്ന എന്താ അതിൻ്റെ CBFC, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. സെൻസർ എന്നുള്ള വാക്കില്ല, അതിൽ സർട്ടിഫിക്കേഷൻ എന്നേ ഉള്ളൂ. എനിവേ, ഇവർ പിടിച്ചു വെച്ച സിനിമകളൊക്കെ നോക്കിക്കോളൂ, എല്ലാം പ്രോ ഹിന്ദു സിനിമകളാണ്. ഇപ്പോൾ കേരളത്തിൽ 1921 പുഴ മുതൽ പുഴ വരെ ആ സിനിമ പിടിച്ചു. അതിൽ ഡയറക്റ്റ് ഇൻവോൾവായ ആളാണ് ഞാൻ. രാമസിംഹനെ ഹൈക്കോടതിയിൽ കൊണ്ടുപോകാനും പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്യാനും വക്കീലിന് ഏർപ്പാടാക്കി കൊടുക്കാനും ഒക്കെ ഞാനാണ് പോയത്. ഹൈക്കോടതി വിധി വന്നതിന് ശേഷവും അത് നടപ്പിലാക്കാൻ സെൻസർ ബോർഡ് തയ്യാറായില്ല. പിന്നെ രാമസിംഹൻ ഞാൻ സത്യാഗ്രഹിക്കും, ഞാൻ തൂങ്ങിച്ചാവുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ കോടതി വിധിയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശരി എന്നൊക്കെ പറഞ്ഞു. ആ സെൻസർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പിന്നെ 2 ആഴ്ച എടുത്തു. വെറുതെ അപ്ലോഡ് ചെയ്യാൻ, ഒരു ജസ്റ്റ് ക്ലിക്ക് ഓഫ് എ മൗസ്. അത് ചെയ്തില്ല. ഞാൻ നിരന്തരം അനുരാഗ് ഠാക്കൂറിനെ, അദ്ദേഹമാണല്ലോ ഇതിൻ്റെ മന്ത്രി ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ്, വലിയ ക്യാമ്പയിൻ തന്നെ ട്വിറ്ററിൽ നടത്തി. ഒരനക്കവും ഉണ്ടായില്ല. ഈ നോർത്തിലെയൊക്കെ ഒരുപാട് ട്വിറ്റർ ഫോളോവേഴ്സുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാം ജോയിൻ ചെയ്തു. അവർ ചോദിച്ചു, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കേരള? ഒരു പ്രോ ഹിന്ദു സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അതേസമയം ഈ ഉണ്ട, പുഴു, ഇതൊക്കെ വലിയ പ്രോ നക്സലൈറ്റ് രാജ്യദ്രോഹ സിനിമയാണ്. അതിൻ്റെ പേരിൽ മമ്മൂട്ടിയെ തൂക്കിക്കൊല്ലാനൊക്കെ പോകുന്നു. ബട്ട് ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുത്തതാരാ? അനുരാഗ് ഠാക്കൂറാണ്. വീണ്ടും അവിടെ പിടിച്ചു വെച്ചിരുന്നു ഏതോ സിനിമ, ഞാനിപ്പോൾ അതിൻ്റെ പേര് ഓർക്കുന്നില്ല, ഒരു ഹിന്ദുത്വ സിനിമ കൂടെ പിടിച്ചു വെച്ചിരുന്നു. സോ പ്രശ്നം, നമ്മളൊരു ദേശീയവാദിയെപ്പറ്റി ഒരു സിനിമ എടുത്താൽ, ഫോർ എക്സാമ്പിൾ സാവർക്കർ അല്ലെങ്കിൽ ഭഗത് സിംഗ്, അത് തടയപ്പെടും. അതേസമയം മറ്റേ ഗാങ്ങിൻ്റെ ഇക്കോ ചേംബർ എന്നാണ് സിനിമയെങ്കിൽ അത് കയറിപ്പോകും. ഇതവിടെ ഇരിക്കുന്ന ചെയർമാൻ്റെയോ സ്റ്റാഫിൻ്റെയോ ആരുടെയാണ് കുറ്റം എന്ന് കണ്ടുപിടിച്ച് അവരെ മാറ്റേണ്ടത്. ഇതൊക്കെ ഈ കൾച്ചറൽ എക്കോസിസ്റ്റം മറ്റവരുടെ കയ്യിൽ നിലനിൽക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് പറയുമ്പോൾ ഇതിനൊരു ഗൗരവമില്ല. സിനിമ ഇപ്പോൾ ആര് സെൻസർ ചെയ്താലെന്താ, ഇങ്ങനെ നിസ്സാരമായിട്ട് എടുക്കുന്നു. പാഠപുസ്തകത്തിൽ അത് കിടന്നോട്ടെ എന്ന് വെറുതെ ബഹളം വേണ്ട. ഈ പാഠപുസ്തകത്തിൽ എത്ര നാളായി കിടക്കുന്നു ആര്യദ്രാവിഡ വാദം ഒക്കെ. അതൊക്കെ ഡീകൺസ്ട്രക്ട് ചെയ്തിട്ട് വർഷം എത്രയായി, ലോകം എത്ര മുന്നോട്ട് പോയി, പിന്നെയും നമ്മൾ നമ്മുടെ കുട്ടികളെ ആര്യദ്രാവിഡ വാദം പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൾച്ചറൽ ചേഞ്ച് 10 വർഷം കൊണ്ട് ആവുന്നത്ര വരുത്തണമായിരുന്നു. അതിലൊരു പോരായ്മ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. എൻ്റെ നോട്ടത്തിൽ ഇതിലൊക്കെ പോരായ്മ വന്നിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം കൂടെ വോട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ പാടില്ല. ഇപ്പം നിങ്ങൾ 2 പേരും കൂടെ ഒരു ജോലി ചെയ്യുന്നു, ആ ജോലിക്ക് വേഗത പോരാ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുന്ന മര്യാദയാണോ? കാരണം നിങ്ങളേ ഉള്ളൂ എനിക്ക്, വേറെ ഈ ജോലി ചെയ്യാൻ ഒരു മനുഷ്യനില്ല. അപ്പോൾ പതുക്കെ ആണെങ്കിൽ പോലും, പതുക്കെയാണ് കേട്ടോ, ഇച്ചിരി സ്പീഡ് കൂട്ടണം കേട്ടോ എന്നൊക്കെ പറയുന്നതല്ലാതെ എൻ്റെ താങ്ങ് ഞാൻ പിൻവലിക്കാൻ പാടില്ല. പിൻവലിച്ചിട്ടുമില്ല. ഇപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാലും NDAക്ക് ഭൂരിപക്ഷമുണ്ട്. ബട്ട് ലുക്കിംഗ് ബാക്ക് കുറേ കൂടെയൊക്കെ ആവാമായിരുന്നു, കുറേ കൂടെ പ്രോ ഹിന്ദുത്വ സർക്കാർ ആവണമായിരുന്നു. അതിനർത്ഥം ഈ പറഞ്ഞ ശൂലവും കുന്തവും കാണിച്ച് ആൾക്കാരെ പേടിപ്പിക്കുന്ന ജാഥ നടത്തുക, കാണിച്ചു തരാൻ തട്ടിക്കള എന്നൊക്കെ പറയാം, അങ്ങനെയല്ല. പ്രോ ഹിന്ദുത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എല്ലാവരുമായിട്ടും സ്നേഹത്തോടെ പോകുന്ന, അതേസമയം കോർ ഇഷ്യൂസിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു സർക്കാർ. അതാണ് ഞാൻ പ്രോ ഹിന്ദു സർക്കാർ എന്ന് പറയുന്നത്. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ഇറ്റ് ഈസ് ആൻറ്റി മുസ്ലിം ഓർ ആൻറ്റി ക്രിസ്ത്യൻ. പ്രോ ഹിന്ദുവിന് മാത്രമേ മുസ്ലിമിനെയും ക്രിസ്ത്യനെയും ചേർത്ത് പിടിക്കാൻ പറ്റുള്ളൂ. കേരളത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന് വന്ന തിരിച്ചടി 19-1-1, 19 സീറ്റ് 18-1-1.
ഞാൻ ഒരു അൺപ്ലസൻറ്റ് കാര്യം പറയട്ടെ. കാണുന്നവർ പലരും എന്നോട് ദേഷ്യപ്പെടും. കേരളത്തിന് ഈ LDFന് ഒരു 8-10 സീറ്റ് കിട്ടണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു. ഇതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നതും CPMന് വോട്ട് ചെയ്യുന്നതും തുല്യമാണ്, ഇല്ലേ? ഒരു വ്യത്യാസവുമില്ല. ഇവർ രണ്ടും അവിടെ പോയി കഴിഞ്ഞാൽ ഒരേ പ്രവൃത്തിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ CPM എന്ന് പറയുന്ന ബഗന് ഇപ്പോൾ എന്തെങ്കിലും തിന്നാൻ കൊടുത്താൽ 26-ൽ ഇവൻ്റെ നിന്ന് അധികാരം തിരിച്ചു പിടിക്കാൻ പറ്റും. ഇപ്പോൾ കൊടുത്തില്ലെങ്കിൽ 26-ൽ സകല ശക്തിയും സംഭരിച്ച് ഇവൻ വീണ്ടും തിരിച്ചു വരും. ഈ ജനങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, ഒരു അല്പം ആടിക്കളിക്കുന്ന സ്വഭാവം. കേരളത്തിൽ അത് കൂടുതലാണ്. LDF UDF ഇങ്ങനെ. ഇപ്പോൾ ലോക്സഭയിൽ UDF കൊണ്ടുപോയി പെൻഡുലം. അപ്പോൾ നിയമസഭ 2019 നോക്ക്, ഇതുപോലെ പിണറായി വിജയനുണ്ട്, ദേഷ്യമുണ്ട്, എല്ലാവരും കോൺഗ്രസ്സിന് വോട്ട് ചെയ്തു. 21-ലെ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തിരിച്ചു വന്നു 99 സീറ്റുമായിട്ട്, പഴയതിലും കൂടുതലായിട്ട്. ഈ സംഭവിക്കുന്നത് കേരളത്തിൽ പിണറായി വിജയനെ വെറുക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ, ഒരു സംശയമില്ല. ജനങ്ങൾ പിണറായി വിജയനെ വെറുക്കുന്നു, പിണറായി തിരിച്ചും വെറുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു പ്രത്യേകത അതാണ്. നമ്മൾ അദ്ദേഹത്തെ വെറുക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെന്താ ഞാൻ നിങ്ങളെയും വെറുക്കുന്നുണ്ടല്ലോ എന്ന് പുള്ളി മറുപടി പറയും. അതിരിക്കട്ടെ, ജനങ്ങൾക്ക് വെറുപ്പുണ്ട്. അതിൽ ഇടതുപക്ഷക്കാരുമുണ്ട്, NGO യൂണിയനുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ അടങ്ങിയ സാധനം, ഇലക്ട്രിസിറ്റി ബോർഡിലെ യൂണിയൻ, KSRTCയിലെ യൂണിയൻ. അവർക്ക് ശമ്പളം കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല, മറ്റവർക്ക് DA കുടിശ്ശിക കിട്ടുന്നില്ല, വാർദ്ധക്യകാല പെൻഷനില്ല, വിധവാ പെൻഷനില്ല, വികലാംഗ പെൻഷനില്ല, ആകെ പ്രശ്നങ്ങളാണ്. ഇത് ഇടതുപക്ഷത്തിനും ഇതിന് ദേഷ്യമുണ്ട്. എന്നിട്ട് ഈ സമയത്താണോ ഇയാൾ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും കറങ്ങാൻ പോകുന്നതെന്നൊക്കെയുള്ള ചോദ്യം അവരുടെ ഉള്ളിലുണ്ട്. ഈ ദേഷ്യം അവർ പ്രകടിപ്പിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ്. സേഫാണ്. അവർക്ക് CPMനോടുള്ള ദേഷ്യം കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് അവർ പ്രകടിപ്പിക്കുന്നു. CPMന് കറക്റ്റ് മനസ്സിലായത്, നമ്മുടെ ആൾക്കാർ തന്നെ നമുക്കെതിരായി കേട്ടോ. ബട്ട് ദോഷമുണ്ടോ രണ്ടുപേർക്കും? ഇല്ല. അവിടെ ചെല്ലുമ്പോൾ ഒന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ ഒറിജിനൽ ലോയൽറ്റി അങ്ങോട്ട് കാണിക്കും. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ ദേഷ്യം നീട്ടിക്കൊണ്ട് പോകണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 8-10 സീറ്റ് ഈ പണ്ടാറക്കാലിന് കൊടുത്തു വിടണം. ഇതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറയുന്നത് CPM നശിച്ചു പോകാനുള്ള വഴിയാണ്. പലപ്പോഴും നിങ്ങൾ ചില ക്രംസ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ആ ബകാസുരൻ വളരെ വലുതാകും. അവൻ്റെ വിശപ്പ് വർദ്ധിക്കും, അവൻ്റെ മെഷീനറി ഫുൾ പ്രവർത്തിക്കും, പിന്നെയും അവന് അധികാരം പിടിച്ചു എന്ന് വരും. നെക്സ്റ്റ് അത് വരാതിരിക്കാനാണ് ഇത്തവണ ഈ 8 സീറ്റെങ്കിലും കൊടുക്കണേ എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അത് ആഗ്രഹമായി. അതിൻ്റെ പുറകിലൊരു കാൽക്കുലേഷൻ ഒന്നുമില്ല. ഒരേ ഒരു കാൽക്കുലേഷനുള്ളൂ, നിയമസഭയിൽ ഇദ്ദേഹം വരാതിരിക്കുക എന്നുള്ളത്. ബട്ട് ഐ തിങ്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ അക്കാര്യത്തിൽ ഞാൻ നിരാശനാണ്. കാരണം അവർക്ക് കനൽ ഒരു തരിയേ ഉള്ളൂ ഇത്തവണയും. തരി ഒരല്പം സ്ഥലം മാറിയെന്നേ ഉള്ളൂ, തെക്കുന്ന് വടക്കോട്ട് പോയിന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരടുത്ത തിരഞ്ഞെടുപ്പിൽ വർദ്ധിത വീര്യത്തോടെ പ്രവർത്തിക്കും. എവിടെയെങ്കിലുമൊക്കെ അവർക്ക് ലീക്ക് ചെയ്തു. പിന്നെ അവരുടെ യൂണിയനെയും ബഹളക്കാരെയൊക്കെ പിടിച്ചു നിർത്താൻ അവർക്കറിയാം. നേതാവിനെയൊക്കെ വിളിച്ചിട്ട് വേണ്ട കുറച്ച് പോക്കറ്റിലൊക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ ശരിയാക്കിയൊക്കെ എടുക്കും. അപ്പോൾ ആ സ്ഥിതി ഉണ്ടാകും എന്ന് ഞാൻ ഭയക്കുന്നു കേരളത്തിൽ. ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വന്ന സെറ്റ് ബാക്ക് BJP എങ്ങനെയാണ് അതിനെ നേരിടുക? അതിന് തിരിച്ച് വീണ്ടും ആ ഒരു സാഹചര്യത്തിലേക്ക് മാറാൻ BJPക്ക് കഴിയുമോ? എന്തായിരിക്കും അതിനുള്ളൊരു? തീർച്ചയായിട്ടും BJPക്ക് അല്ലാതെ ആർക്കും ഇതിന് കഴിയുക? ഇത്രയും മാനോറിങ് കപ്പാസിറ്റി ഉള്ളൊരു പാർട്ടി വേറെയില്ല. ഈ പൊതുവേ ഒരു ധാരണയുണ്ട് ഇവരിങ്ങനെ മസിൽ പിടുത്തക്കാരാണെന്നൊക്കെ. അതിപ്പോൾ 1-2 പേരൊക്കെ അങ്ങനെ ഉണ്ടാവും. ബട്ട് മാനോറിങ് കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ BJPയാണ് നമ്പർ 1. 2 സീറ്റിൽ നിന്നാണ് അവരിവിടെ എത്തിയതെന്ന് ഓർക്കണം. ആ 2 സീറ്റിൻ്റെ സമയത്ത് അത് 2 ആവാൻ കാര്യം എന്താ? അന്ന് RSS മനഃപൂർവ്വമല്ല പിന്തുണച്ചത് കോൺഗ്രസിനെയാണ്. BJP മനഃപൂർവ്വമല്ല ഇവരെ സിഖുകാരെ പിന്തുണച്ചു എന്ന് നാടെങ്ങും അറിയുകയും ചെയ്തു. അപ്പോൾ അന്ന് അടൽജി പറഞ്ഞു, യെസ്, അവരുടെ കൂട്ടത്തിൽ 2 പേര് മഹാപാപം ചെയ്തതിന് ആ സമുദായത്തെ കുറ്റം പറയാനോ അവരെ ഉപദ്രവിക്കാനോ ഞങ്ങളില്ല. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് ഞങ്ങൾ ആ സമുദായത്തിൻ്റെ കൂടെ നിൽക്കുന്നു. അപ്പോൾ എന്തായി? ഇവർ സിഖുകാരുടെ കൂടെ നിൽക്കുന്നു, അഥവാ ഇന്ദിരാഗാന്ധിയെ കൊന്നവരുടെ കൂടെ നിൽക്കുന്നു എന്ന് പേരായി. ഇതിന് സ്വയം സേവകരുടെ വലിയൊരു വിഭാഗം അത് ശരിയാവില്ല, പ്രധാനമന്ത്രിയെ കൊന്നു, കോൺഗ്രസ്സുകാരി ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ,
രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കൊന്നതിന് പകരം വീട്ടുന്നത് അവരുടെ പാർട്ടിയെ തന്നെ വീണ്ടും വർദ്ധിത വീര്യത്തോടെ അധികാരത്തിൽ ഏറ്റിക്കൊണ്ടാണ്. ഇങ്ങനെ ഒരു ബ്രോഡ് ചിന്താഗതി ഉണ്ടായി. ബി ജെ പി 2 സീറ്റിൽ ഒതുങ്ങി. ബട്ട് അന്ന് ബി ജെ പിക്ക് കൂട്ടുകിട്ടിയതാണ് ശിരോമണി അകാലിദൾ. എത്ര വർഷം അവർ ബി ജെ പിയുടെ കൂടെ നിന്നു. ഇപ്പോൾ ഈ കാർഷിക ബില്ല് വന്ന് അതിനും അവർ കൂടെ നിന്നു. പിന്നെ അവിടെ പഞ്ചാബിൽ പ്രശ്നമാകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർ എൻ ഡി എ വിട്ടു പോയത്. അല്ലെങ്കിൽ എസ് എ ഡി കൂടെ നിൽക്കും ബി ജെ പിയുടെ. അപ്പോൾ അത് ബി ജെ പിക്ക് മാത്രം സാധിക്കുന്നതാണ്. ഈ ശിരോമണി അകാലിദളിനെ കൂടെ നിർത്തുകയും അന്ന് അല്പം ദേഷ്യത്തിൽ വിട്ടുപോയ സ്വയം സേവകരെ കൂടെ ചേർക്കുകയും അതിലൂടെ ആർ എസ് എസിൻ്റെ ഇൻഡയറക്റ്റ് പിന്തുണ ഉറപ്പാക്കുകയും ഒക്കെ ചെയ്ത സാമർഥ്യം ബി ജെ പിക്കുള്ളതാണ്. ബി ജെ പിയുമായിട്ട് കൂടാത്ത പാർട്ടി ഏതാണെന്ന് ചോദിച്ച് റീസെൻറ്റ് പാസ്റ്റിൽ വാജ്പേയിയുടെ കൂടെ DMK ബി ജെ പിയുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? മമതാ ബാനർജി വാജ്പേയി മിനിസ്ട്രിയിൽ മിനിസ്റ്റർ ആയിരുന്നില്ലേ? റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നു. ADMK ഉണ്ടായിരുന്നു. നിതീഷ് കുമാർ ഉണ്ടായിരുന്നു. സമാജ്വാദി പാർട്ടി ഉണ്ടായിരുന്നു. BSPയുമായിട്ട് ചേർന്നിട്ട് ഉത്തർപ്രദേശ് ഭരിച്ചിരുന്നു. നാഷണൽ കോൺഫറൻസ് വരെ ഉണ്ടായിരുന്നു. നാഷണൽ കോൺഫറൻസ് ഇപ്പോൾ ബി ജെ പിക്ക് ഇത്രയും ആൾക്കാരെ ഈ ഞാഞ്ഞൂല് മുതൽ 8 അടി മൂർഖൻ വരെയുള്ളവരെ കൂട്ടെടുക്കാൻ ബി ജെ പിക്ക് സാമർഥ്യമുള്ളൂ. അതുകൊണ്ട് കോയലേഷൻ പൊളിറ്റിക്സിലൊന്നും ബി ജെ പി കാൽവഴുതി വീഴുന്ന പ്രശ്നമില്ല. ബട്ട് പ്രശ്നം ഇതാണ്, നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റും, സ്ട്രോങ് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അതെ, സ്ട്രോങ് ആക്ഷന് ചില്ലറ വിലക്കുകൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അഥവാ ഉണ്ടാകുമെന്ന് സംശയം തോന്നും. ഞാനിത് ചെയ്തോട്ടെ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ. അതൊരു നല്ല കാര്യമല്ല ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം. ഈ ഉത്തർപ്രദേശ് കഴിഞ്ഞാലേ പിന്നെ കൂടുതൽ തിരിച്ചടി നേരിട്ടൊരു സംസ്ഥാനം പ്രതീക്ഷിക്കാതെ മഹാരാഷ്ട്രയാണ്. ഓക്കെ, അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവുമെന്ന് അറിയായിരുന്നു. പക്ഷേ എന്നാൽ പോലും നല്ലൊരു തിരിച്ചടിയാണ് ബി ജെ പിക്ക് നേരിട്ടിരിക്കുന്നത്. ബി ജെ പിയുടെ ടാലി തന്നെ കുറഞ്ഞു. കഴിഞ്ഞ തവണ 23 സീറ്റിൽ വിജയിച്ചിരുന്നു. ഇപ്പോൾ 12-11 ലേറ്റസ്റ്റ് ലീഡിനിലേക്ക് കണ്ടത്. അതിൽ ഈ ശിവസേനയുടെ ഒരു ഫാക്ടർ, ഉദ്ധവിന് അനുകൂലമായിട്ടൊരു സിമ്പതി തരംഗം ഉണ്ടായി. അതുകൂടാതെ തന്നെ പവാറിന് അനുകൂലമായിട്ടുണ്ടായി, ഡബിൾ സിമ്പതി ഉണ്ടായി. അപ്പം ഇനിയിപ്പം ഈ വർഷം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് മഹാരാഷ്ട്രയിൽ. അപ്പോൾ അതൊരു വളരെ നിർണായകമായുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. മഹാരാഷ്ട്ര നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. മുംബൈ ഉൾപ്പെടെയുള്ള ഫിനാൻഷ്യൽ ക്യാപിറ്റലൊക്കെ വരുന്നു. അപ്പോൾ ഈ ശിവസേനയെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതൊരു പ്രായോഗികമായ കാര്യമാണോ? പെട്ടെന്നത് നടക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഭാവിയിലുണ്ടാവുമോ? എന്താ അത്? ഞാൻ പറഞ്ഞില്ലേ, ഈ മോസ്റ്റ് മിസ്മാനേജ്ഡ് പൊളിറ്റിക്സ് ആയിരുന്നു മഹാരാഷ്ട്രയിലെ. ബട്ട് സ്ക്വയർലി അതിൻ്റെ ഉത്തരവാദിത്വം ദേവേന്ദ്ര ഫഡ്നവിസിനാണ്. തുടക്കത്തിൽ സംഭവിച്ചത്, ഇവരൊരുമിച്ച് മത്സരിച്ചു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. 2 പേർക്കും കൂടെ ചേർന്ന് ഭൂരിപക്ഷം കിട്ടി. കുറച്ച് സീറ്റുകൾ ബി ജെ പിക്ക് കൂടുതലായിരുന്നു. ഇവരുടെ ധാരണ ആദ്യത്തെ 2.5 വർഷം ശിവസേന ഭരിക്കും, പിന്നെ ബി ജെ പി ഭരിക്കും. സീറ്റ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദേവേന്ദ്ര ഫഡ്നവിസ് പറഞ്ഞു, ഞങ്ങൾ ആദ്യം ഭരിക്കും, നിങ്ങൾ രണ്ടാമത്. അവരത് സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ഇപ്പം തന്നെ നിങ്ങൾ വാക്ക് തിരിക്കുന്നു. നമ്മൾ സീറ്റിൻ്റെ എണ്ണം നോക്കിയല്ല നമ്മൾ ധാരണയിലെത്തിയത്. സീറ്റ് എത്രയോ ആയിക്കോട്ടെ, ആദ്യം നീ ഭരിക്കും, പിന്നെ ഞാൻ ഭരിക്കും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ തന്നെ എനിക്ക് സീറ്റ് കൂടുതലുണ്ട്, ആ ഫോർമുലയില്ല, ആദ്യം ഞാൻ ഭരിക്കും എന്നൊക്കെ പറയുന്നത് മര്യാദയാണ്. അങ്ങനെ തർക്കമായി. ഇത് അമിത്ഷായുടെ അടുത്ത് പോയി. അമിത്ഷാ പറഞ്ഞു, നമ്മൾ കൊടുത്ത വാക്ക് നമ്മൾ പാലിക്കണം, നമ്പർ ഓഫ് സീറ്റ്സ് എന്തുമായിക്കോട്ടെ. ദേവേന്ദ്ര ഫഡ്നവിസ് സമ്മതിച്ചില്ല. ഞാൻ ഇത് എൻ്റെ ചില ഫ്രണ്ട്സ് വഴി, മഹാരാഷ്ട്രയിൽ എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സുണ്ട്, അവർ പറഞ്ഞു, ദ മെറിറ്റ് ലൈസ് വിത്ത് ശിവസേന. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ വാക്ക് കൊടുത്തത് പാലിക്കണ്ടേ, അവർ പറയുന്നത് ശരിയല്ലേ. അമിത്ഷാ ഇത് സമ്മതിച്ചു. ബട്ട് ഫഡ്നവിസ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഫഡ്നവിസ് മോദിയുമായിട്ട് നല്ല അടുപ്പമുള്ള ആളാണ്. ഫഡ്നവിസ് മോദിയോട് സങ്കടം പറയുന്നു, ഞാൻ ഇങ്ങനൊരു സ്റ്റാൻഡ് എടുത്തു, അമിത്ഷാ ഈസ് നോട്ട് സപ്പോർട്ടിങ് മീ. മോദി ഒരു ചെറിയ മീറ്റിംഗ് വിളിച്ചു. അപ്പോൾ ഫഡ്നവിസ് വീണ്ടും ഈ ന്യായങ്ങളൊക്കെ നിരത്തി. അപ്പോൾ അമിത്ഷാ ഒരു ചോദ്യം, അപ്പോൾ ഞങ്ങളാരെങ്കിലും ബോംബെയിൽ വരണോ ഈ പ്രശ്നം തീർക്കാൻ? ദേവേന്ദ്ര ഫഡ്നവിസിന് വരണം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ക്ഷീണമാണ്. അപ്പോൾ പറഞ്ഞു, വേണ്ട, അതും ഞാൻ ഹാൻഡിൽ ചെയ്യാൻ, എനിക്കറിയാമെന്ന് ഹാൻഡിൽ ചെയ്യാൻ, ഐ വിൽ ഡു ദാറ്റ്. മോദി ഒരക്ഷരം മിണ്ടാതെ താടി തടവി ആകാശത്തേക്ക് നോക്കി. കാരണം ഈ ചെറുക്കൻ വെള്ളത്തിലാകുമല്ലോ എൻ്റെ ദൈവമേ, ഇതായിരുന്നു അതിൻ്റെ അർത്ഥം. കാരണം അമിത്ഷായുടെ ആ ചോദ്യം തന്നെ മോദിക്ക് മനസ്സിലായി. ഞങ്ങൾ ആരെങ്കിലും വരണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറയും. വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അമിത്ഷാ കൈ കഴുകുന്നതാണ്. പിന്നെ നിങ്ങൾ നോക്കി, തിരിഞ്ഞു നോക്കിയിട്ടില്ല അമിത്ഷാ മഹാരാഷ്ട്രയിലേക്ക്.
നോട്ട് ഓൺലി അമിത്ഷാ, ഗഡ്കരി ഇടപെട്ടില്ല ആ പ്രശ്നങ്ങൾ, മഹാരാഷ്ട്രയിലെ സകല പ്രശ്നങ്ങൾ. മഹാരാഷ്ട്രയിൽ ഒരു മുസ്ലിം ലീഗുണ്ട്, അവരുമായിട്ട് BJP കൂട്ടുകൂടിയിട്ട് നാഗ്പൂർ മുനിസിപ്പാലിറ്റി ഭരിപ്പിച്ചവനാണ് ഗഡ്കരി. ഇതുപോലെ ശിവസേന ബലം പിടിച്ചു ജയിച്ചു കഴിഞ്ഞപ്പോൾ, ഞങ്ങൾക്ക് ഇന്ന വേണം സ്റ്റാൻഡിങ് കൗൺസിൽ, മുനിസിപ്പാലിറ്റിയിൽ ബഹളമുണ്ടല്ല, പോടാവില്ല എന്ന് പറഞ്ഞു. ഗഡ്കരി പോയിട്ട് അവിടുത്തെ മുസ്ലിം ലീഗ്, ഇവിടുത്തെ മുസ്ലിം ലീഗായിട്ട് അതിന് ബന്ധമില്ല, പക്ഷേ പേര് മുസ്ലിം ലീഗ് എന്നാണ്, ആ മുസ്ലിം ലീഗുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഭരിക്കാൻ പറഞ്ഞു. നാഗ്പൂർ വികാസ് ആഘാടി എന്ന് പറഞ്ഞിട്ടൊരു മുന്നണി ഉണ്ടാക്കിയിട്ട് നാഗ്പൂർ സിറ്റി ഭരിച്ചു. ഇത്രയും സാമർത്ഥ്യമുള്ള ഗഡ്കരി ഒരു തവണ പോലും മഹാരാഷ്ട്ര ഇഷ്യൂവിൽ ഇടപെട്ടതിലുണ്ടോ? നോബഡി. കാരണം ഫഡ്നവിസ് പറഞ്ഞല്ലേ ഞാൻ ഹാൻഡിൽ ചെയ്തു, നീ ഹാൻഡിൽ ചെയ്തു. ഒടുവിൽ എന്തെല്ലാം പുലിവാല അജിത് പവാറിനെ വിളിക്കുന്നു, സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നു, ആദ്യം വീഴുന്നു, ശിവസേന പിളരുന്നു, അവരെയും കൊണ്ട് ആസാമിൽ പോകും. ആൻഡ് അമിത്ഷാ വാസ് സൈലൻറ്റ്, ഗഡ്കരി വാസ് സൈലൻറ്റ്, എവറിബഡി ഐസൊലേറ്റഡ്. ഓക്കെ, യു ഹാൻഡിൽ. അതിപ്പോഴും ആ മിസ്മാനേജ്മെൻറ്റിൻ്റെ അലവലി തീർന്നിട്ടില്ല. എന്നാൽ ആരെങ്കിലും സഹായിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഡ്നവിസിന്, ഞാൻ അറിഞ്ഞിടത്തോളം ഫഡ്നവിസിന് സഹായം വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഒരു സ്റ്റേറ്റ് ലീഡർഷിപ്പ് അങ്ങനെ സ്ട്രോങ് ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഒറീസയിൽ എങ്ങനെയാണ് സംഭവിച്ചത്? ഇവർക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. തമിഴ്നാട്ടിൽ എങ്ങനെ സംഭവിച്ചു? ADMK-യുമായിട്ട് അലയൻസ് പാറ്റില്ല എന്ന് പറഞ്ഞു, വേണ്ട എന്നൊക്കെ തോന്നിയെങ്കിലും ഫൈനലി അണ്ണാമലൈ പറഞ്ഞെടുത്ത് കാര്യം നിന്നു. എന്തുവാ ജയമോ തോൽവിയോ എന്തുവാ ആയിക്കോട്ടെ, റീജിയണൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് അല്ലെങ്കിൽ അവരെടുക്കുന്ന സ്റ്റാൻഡ് ഒരു പരിധിയിലധികം മോദിയോ അമിത്ഷായോ അതിൽ ഇടപെട്ടിട്ട് വഷളാക്കാൻ പോകാറില്ല. ഇഫ് യു ആർ സോ കോൺഫിഡൻറ്റ്, ഓക്കെ, ടെസ്റ്റ് ഇറ്റ്. നിങ്ങൾ തോറ്റു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ കൈവിടാനൊന്നും പോകുന്നില്ല. ബട്ട് നിങ്ങൾക്ക് തൃപ്തി വരുന്നതുവരെ നിങ്ങൾ ആ ലൈനിൽ പൊക്കോളൂ. അതാണ് മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്നത്. ഓഫ് കോഴ്സ് ഇത്രയധികം ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് സെൻട്രൽ ലീഡർഷിപ്പ് വിചാരിച്ച് കാണില്ല. ബട്ട് ഈ പലപ്പോഴും ഇവൻസ് നമ്മളെ കടന്നു പോകും, സംഭവങ്ങൾ നമ്മളെക്കാൾ മുമ്പേ പോകും. നമ്മൾ ഓടിച്ചെല്ലുന്നതിന് മുമ്പ് ഈ സാധനം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ഇത് റിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ അടുത്ത സംഭവം നടന്നു കഴിയും. ഇങ്ങനെ പൊളിറ്റിക്സിൽ നടക്കും, ജീവിതത്തിലും അങ്ങനെയാണ്. ചരിത്രം നമ്മളെ മറികടക്കുക എന്ന് പറയും. OVJൻ്റെ ഒരു പ്രയോഗമാണത്. സാധാരണ ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ മറികടന്ന സാധനമാണ് ചരിത്രം. ഈ ചരിത്രം മുമ്പിൽ വന്നിട്ട് നമ്മളെ മറികടന്ന് പോകുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ രാഷ്ട്രീയത്തിൽ ചരിത്രം BJPയെ മറികടന്ന ഒരു സ്ഥലമാണ് മഹാരാഷ്ട്ര. ഈ നരേന്ദ്രമോദിയുടെ പ്രഭാവം കുറഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മങ്ങലേൽക്കുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ പോകുന്നെന്ന് തോന്നുന്നുണ്ടോ ഇനി അങ്ങോട്ടുള്ള കാലങ്ങൾ? ഇതൊക്കെ രാഷ്ട്രീയത്തിലെ ഇത്തരം സംഭവങ്ങൾക്കൊക്കെ അല്പായുസാണ് ഇതെല്ലാം. ഒരാഴ്ച കഴിഞ്ഞാൽ വൈദ്യുതി ചോദ്യം എന്നോട് ചോദിക്കില്ല. ജസ്റ്റ് ടേക്ക് 1 വീക്ക്. അപ്പോഴേക്ക് അന്തരീക്ഷം മാറിയിട്ട് മോദി വീണ്ടും ശക്തനാണ്, അതാണ് ഇതാണെന്നൊക്കെ ഉള്ള അത് തിരിച്ചു വരും. അതൊക്കെയാണ് രാഷ്ട്രീയം. അതിനുള്ള സാമർഥ്യം ഇവർക്കൊക്കെ ഉണ്ട്. പബ്ലിക് മെമ്മറി ഈസ് വെരി ഷോർട്ട്. മിനിഞ്ഞാന്ന് വരെ നമ്മൾ BJP കുറ്റം പറഞ്ഞിരുന്നു, ഇപ്പോൾ ഇത് അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു ഇംപ്രഷൻ ജനങ്ങൾക്കില്ല. പബ്ലിക് മെമ്മറി ഈസ് വെരി ഷോർട്ട്. സോ ഈ സമയവും കടന്നു പോകും. ഇന്ത്യ മുന്നണി ഇനി എന്തായിരിക്കും അവരുടെ ഒരു ഭാവി? ഈ രീതിയിൽ തന്നെ അവർ തുടരാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇല്ല, അവർ ഇനിയിപ്പോൾ പടലപ്പിണക്കം ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, ഒരുമിച്ച് നിന്നിട്ട് കാര്യമില്ല എന്നുള്ള അവസ്ഥയാണ് അവരുടെ. അതുകൊണ്ട് എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കും. അവരവരുടെ കയ്യിലുള്ള സംസ്ഥാനങ്ങൾ അത് ഭരിക്കുക, ഇതുപോലെ വഴക്കുണ്ടാക്കിയിട്ട് ഇങ്ങനെ അലമ്പും പ്രശ്നവും കച്ചറയൊക്കെ ആയിട്ട് പോവുക. ഇത് മാത്രമേ അവർക്ക് ചെയ്യാനുള്ളൂ. അതേസമയം വലിയൊരു വ്യത്യാസം നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിൽ ഒഡീഷ BJP വിജയിച്ചു, ആന്ധ്രാപ്രദേശിൽ BJP സഖ്യം വന്നു, അരുണാചലിൽ BJP വിജയിച്ചു, സിക്കിമിൽ ചെറിയ സംസ്ഥാനമാണ് എങ്കിൽ പോലും ഈ 4 സംസ്ഥാനങ്ങളിൽ NDA ഭരണത്തിൽ വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു മാറ്റവും ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ അങ്ങനത്തെ പോസിറ്റീവ് സാധനങ്ങളുടെ എല്ലാം ആ തിളക്കം എടുത്ത് കളയുന്നതായി പോയി ഓവറോൾ പെർഫോമൻസ്. അതാണ് പൊതുവേ ഈ ഒരു നിരാശ ബാധിക്കാൻ കാര്യം. അതാണ് ഒരുപാട് സക്സസ് ഉണ്ടായി. കേരളത്തിൽ ഒരു സീറ്റെങ്കിലും ഒരു സീറ്റ് കിട്ടി, അതിൽ നല്ല ഗംഭീര ഭൂരിപക്ഷം കിട്ടി. തെലങ്കാനയിൽ നല്ല പെർഫോമൻസ്, ആന്ധ്രയിൽ നല്ല പെർഫോമൻസ്, ഒറീസ നല്ല അരുണാചൽ പ്രദേശ് തൂത്തുവായിരുന്നു. ഇതിൻ്റെ എല്ലാം തിളക്കം മറച്ചുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത്. അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ ഈ സംഭവിച്ചതിൽ ആഹ്ലാദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരും കുറച്ച് ദിവസം കഴിയുമ്പോൾ നോർമലാകും.
ഇപ്പോൾ ഇതിൽ ദുഃഖിച്ചിരിക്കുന്നവരും കുറച്ച് ദിവസം കഴിയുമ്പോൾ നോർമലാകും. ഇറ്റ്സ് എ മാറ്റർ ഓഫ് 1 വീക്ക് മാക്സിമം. അത് കഴിയുമ്പോൾ വി വിൽ കം ടു എ ന്യൂ നോർമൽ. നോർമൽ ബിസിനസ് അങ്ങ് തുടരും. യെസ്.